ശ്രുതയ്ക്ക് ആകെ 32 കിളികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 16 എണ്ണം പറഞ്ഞു വിട്ട ആളാണ് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും. ഇത് ഞാനൊന്ന് ഗസ് ചെയ്യട്ടെ. എന്തായാലും ഒരു മെന്റലിസ്റ്റ് ആയിരിക്കും. കാരണം എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ ഇവിടെ നിന്ന് കൺഫ്യൂസ്ഡ് ആക്കിയത്, എന്നെ മെന്റൽ ആക്കിയതെന്ന് പറയാനാണെങ്കിൽ ഇവിടുത്തെ മെന്റലിസം ആക്റ്റുകളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ മാത്രമേ അറിയാത്തുള്ളൂ തോന്നുന്നു. നിങ്ങൾ നേരത്തെ പ്ലാൻഡ് ആണോ എന്ന് അറിയില്ല. ബാലചേട്ടൻ ഒരു മെന്റലിസ്റ്റ് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഒരു മെന്റലിസം തന്നെ കൊണ്ടുവന്നതാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സത്യം പറയണമെങ്കിൽ വേണമെങ്കിൽ അഭിനയിക്കാം. പക്ഷേ മുൻപേ ഞാൻ അറിഞ്ഞു മിസ്റ്റർ വിന്നാണ് ഇവിടെ വരുന്നത്. ബിക്കോസ് ഐ വാസ് ഓൾസോ വെരി എക്സൈറ്റഡ്. കാരണം ഇങ്ങനെ ഞാൻ വരുന്ന ഒരു ദിവസം കഴിഞ്ഞ ഷോ എനിക്ക് വളരെ ഒരു ത്രില്ലിംഗ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊന്ന് പിടിക്കണ്ടേ, എന്താണുള്ള ട്രിക്കൊക്കെ നമുക്ക് പൊളിക്കണ്ടേ. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മളുള്ളത്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ വിൻ തന്നെയാണ് വരുന്നത്. ശ്രുതയുടെ ബാക്കിയുള്ള 16 കിളികളും കൂടെ പറന്നു പോകാൻ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ശ്രുതയുടെ കിളികളെ on your mark, set, go. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. നമുക്കൊരു വോളണ്ടിയറിൻ്റെ ആവശ്യമുണ്ടല്ലോ. Can you help me? Yeah? Okay, let's give her a round of applause. എന്താണ് കുട്ടിയുടെ പേര്? ശിഖ. ശിഖ. ഓക്കെ, ശിഖ ബുക്സ് ഒക്കെ വായിക്കാറുണ്ടോ? എൻ്റെ കയ്യിൽ 2 ബുക്കുണ്ട് ശിഖ. സ്ട്രക്ക് ഫ്രം ദി റെക്കോർഡ്, ഇത് വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഹൗ അബൌട്ട് സ്റ്റോം ഫ്രണ്ട്? അതും വായിച്ചിട്ടില്ല. ദാറ്റ്സ് ഓക്കെ, കാരണം ഇതൊക്കെ റീസൺ നോവൽസ് ആണ്. അപ്പോൾ ശിഖയ്ക്ക് ഞാൻ ഇതിൽ നിന്ന് ഒരു ചോയ്സ് തരിക. ഇതിൽ ഇഷ്ടമുള്ള ഒരു ബുക്ക്, ഇത് രണ്ടും കയ്യിൽ വെച്ചോ, വേണ്ടാത്ത ബുക്ക് തിരിച്ച് ടേബിളിൽ വെച്ചോ. അപ്പോൾ ശിഖ സെലക്ട് ചെയ്ത ബുക്ക് വെച്ചിട്ട് നമുക്കൊരു ടെസ്റ്റ് ചെയ്യണം. യാ, സോ ഒരെണ്ണം താഴെ വയ്ക്കുക. സോ യു ഹാപ്പി വിത്ത് ദാറ്റ്? യാ, ഓക്കെ. ആ ബുക്ക് വരും. ഈ ബുക്കിൽ കുറേ പേജസ് ഉണ്ട്. ഞാൻ ഈ ബുക്സിലെ പേജസ് ഇങ്ങനെ റിഫിൽ ചെയ്യാൻ പോവാം. ഓക്കെ, ശിഖ ഇഷ്ടമുള്ളിടത്ത് വെച്ച് സ്റ്റോപ്പ് എന്ന് പറയാം. എവിടെ സ്റ്റോപ്പ് എന്ന് പറയുന്നോ ആ പേജിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്തെ ഫസ്റ്റ് വേർഡ് മനസ്സിൽ വിചാരിക്കുക. വാച്ച്. Say stop. Stop. Look at the first word. First one. Seen that? Yeah. Okay. Again, it's a small word. Yeah. Yeah. Maybe 4 letters. Yeah. Good. The first letters should start W. Yeah. Yeah. Okay. Followed by E. Yes. Yes. The whole word is where. Right. That's right? Yeah. Okay. Now this is a teaser. നമ്മളിപ്പോൾ ചെയ്തത് ഒരു ടീസറാണ്. Because now we are going to select a different word. അതിന് ഞാൻ ഈ ബുക്ക് തന്നെ ശിഖയുടെ കയ്യിലോട്ട് തരാം. So ശിഖ, you turn to any page you like. ഏതെങ്കിലും ഒരു പേജിലേക്ക് ഓപ്പൺ ചെയ്യും. Got one? Happy? Happy. ആ വേർഡിൽ T എന്ന ലെറ്റർ ഉണ്ട്. Yes. Yes? Loudly. Yes. Yes. Look at the word again. Okay. അതിൽ ഒരു E ഉണ്ട്. Yeah. Yeah. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും E എന്നുള്ള ലെറ്റർ ഒരു വിധം എല്ലാ വേർഡ്സിലും കാണണം. A, I, O, U എങ്ങനെയായാലും വരണം. Okay, let's do one more time. അതിലൊരു N ഉണ്ട്. Yes. Yes. See, we are coming very close. ഇല്ല? Yeah. Think of the first letter. ഇനി അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണെന്ന് നോക്കിക്കേ. കണ്ടല്ലോ? I get the impression of the letter A. ഫസ്റ്റ് ലെറ്റർ A അല്ല. No. ഏത് ലെറ്റർ ആയിരുന്നു കണ്ടേ? I. I. പക്ഷെ അതിലൊരു A ഉണ്ട്. ആ, സീ, ആ വേർഡിൽ നോക്കുമ്പോൾ യു ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ ദി ഫസ്റ്റ് ലെറ്റർ. അല്ലാണ്ട് ഇടയ്ക്കുള്ള ലെറ്റർ നോക്കിയാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ അതിനകത്ത് A ഉണ്ട്. ഐ എം നോട്ട് റോങ്. യാ, ഓക്കെ. ഇനി നമ്മൾ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം ഇങ്ങനെ ഫുൾ വേർഡ് കണ്ടുപിടിക്കാൻ. സോ ഐ ഹാവ് paper. So think of the whole word in your mind. It seems to be a big word, yeah? Right. But for the first time, ശിഖ ഈ എല്ലാവരോടും ഒന്ന് പറയേ, ഏത് വേർഡാണ് ഏതോ ഒരു പേജിൽ ഏതോ ഒരു സ്ഥലത്തെ ഒരു വേർഡ് മനസ്സിൽ വിചാരിച്ചു. ഏതാണ് ആ വേർഡ്? International. International. And that's what I got. That's international. Can I have 4 more volunteers? ഓഡിയൻസിൽ നിന്ന് എനിക്കൊരു 4 പേര് കൂടെ ഇവിടെ വേണം. വേഗം ലെറ്റ്സ് സീ. ആരെങ്കിലും 4 പേര് വേഗം വരിക.
ലെറ്റ് സ്റ്റാൻഡ് ഇൻ എ ലൈൻ. ഇങ്ങനത്തെ ഒരു ലൈനിൽ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കാം. എല്ലാവരും കംഫർട്ടബിൾ ആണോ? പ്ലീസ് ഫീൽ റിലാക്സ് കേട്ടോ. ഇതിനകത്ത് യാതൊരു ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ ബോഡി ലാംഗ്വേജിനെ കുറിച്ചും നേരത്തെ ഷോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ബോഡി ലാംഗ്വേജ് റീഡ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. ഈ ബാഗിൻ്റെ ഉള്ളിൽ 5 ബോൾസ് ഉണ്ട്. ഓക്കെ, അതിൽ 5 എണ്ണം വൈറ്റ് കളറാണ്, ഒരെണ്ണം ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതാണ് ദ ഓഡ് ബോൾ. അപ്പോൾ ഏതാണ് ഓഡ് ബോളിൻ്റെ കളർ? എന്താ? ബ്ലാക്ക്. ബാക്കിയെല്ലാം വൈറ്റ്. നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഈ ബാഗ് കയ്യിൽ തരുമ്പോൾ നോക്കാതെ കൈ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ബോൾസൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരെണ്ണം എടുക്കുക, നോക്കരുത്, പുറയിൽ പിടിക്കുക. ദാറ്റ്സ് ഓൾ യു ഹാവ് ടു ഡു. സോ സ്റ്റാർട്ടിങ് ഫ്രം യു. ആരെയും കാണിക്കരുത്, ബാക്കിൽ ഇങ്ങനെ പിടിച്ചോ. ഓക്കെ, ഐ ആം നോട്ട് ലുക്കിംഗ് എനിവേ. യു ഡൺ ഇറ്റ്. നോ ഗിവ് ഇറ്റ് ടു മീ. നമ്മളിത് റാൻഡം ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ യു ഡു ദ സെയിം തിങ്. Reach inside, mix the balls. Taken one? Okay, you take it. Mix it well. ഏതെങ്കിലും ഒരു ബോൾ എടുക്കുക, നോക്കരുത്, ബാക്കിൽ പിടിക്കുക. Done? Okay, and I'm now looking. And yeah, this time you reach inside. Take one. And last will be yours, yeah. And now this is empty, അല്ലേ? ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. പെർഫെക്റ്റ്. ഇപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന ബോൾസിൻ്റെ കളർ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ പിന്നെ എനിക്കും നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എല്ലാവരും നിങ്ങളെടുത്ത ബോൾസിൻ്റെ കളറ് ഒന്ന് നോക്കുക. എന്നിട്ട് വീണ്ടും പുറയിൽ പിടിക്കുക. സോ ക്വിക്ക്. ഞാൻ തിരിഞ്ഞ് നിൽക്കുന്നു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സെലക്റ്റഡ് അല്ലേ ആ ബോൾസിൻ്റെ കളർ കണ്ടു അല്ലേ? നോക്കിക്കഴിഞ്ഞു. പെർഫെക്റ്റ്. ഒരാൾക്ക് അറിയാം അയാളുടെ കയ്യിൽ ബ്ലാക്ക് ബോൾ ഉണ്ടെന്നുള്ളത്, ബാക്കി എല്ലാവരുടെയും വൈറ്റ് ബോൾസ്. നിങ്ങൾ ഇത്രേ ചെയ്യണ്ടു. വൈറ്റ് കളറുള്ള ബോൾസ് ഉള്ള സെലക്ട് ചെയ്ത ആൾക്കാർ തിങ്ക് ഓഫ് എ പോസിറ്റീവ് തോട്ട്, ലൈക്ക് ഹാപ്പിനെസ്, വിക്ടറി. ബ്ലാക്ക് ബോൾ സെലക്ട് ചെയ്ത ആൾ ഒരു നെഗറ്റീവ് തോട്ട്, സാഡ്നെസ്, ആങ്കർ, ഗ്രീഫ്, ജലസി, അങ്ങനത്തെ എന്തെങ്കിലും. പക്ഷേ ഈ ഫീലിങ്സ് ഒന്നും നിങ്ങൾ മുഖത്ത് പ്രകടിപ്പിക്കരുത്. അല്ലാണ്ട് നിങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നാൽ എനിക്കറിയാം വൈറ്റ് ബോൾ ആയിരിക്കും എടുത്തതെന്നുള്ളത്. ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ബട്ട് മനസ്സിൽ വിചാരിക്കുക, ബട്ട് പുറത്ത് ഒന്നെങ്കിൽ എക്സ്പ്രഷൻലെസ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ കാണിക്കാം. ഐ ഡോണ്ട് കെയർ. മനസ്സിലായോ? എല്ലാവരും ഭയങ്കര ആക്ടേഴ്സാണ് അല്ലേ? കണ്ടാ അറിയാം. നിങ്ങൾക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. ഹാപ്പി പേഴ്സൺ, വൈറ്റ് ബോൾ, റൈറ്റ്? Give it to me. Thank you. That's a white ball. Smiling. കള്ളത്തരമാണോ റിയൽ ആണോ എന്ന് എനിക്കറിയത്തില്ല. മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം. വൈറ്റ് ബോൾ. That's the ball number 2. Wooden expression, ചിരി. ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് എനിക്ക് അവിടെ നിൽക്കട്ടെ. Between you two, Shikha, you look very happy and nice. ഒരു പോസിറ്റീവ് തോട്ട് മനസ്സിലുണ്ട് അല്ലേ? Give me the white ball. That one more eliminated. And we have 2 more to go. ഇയാളുടെ പേരെന്താ? അതുൽ. Your? രഞ്ജിത. അതുൽ, രഞ്ജിത. നിങ്ങളുടെ ആരുടെയോ കയ്യിൽ ഒരു ബ്ലാക്ക് ബോൾ ഉണ്ട്. ബട്ട് കീപ് ദ ഇമോഷൻ. ബ്ലാക്ക് ബോൾ ഉള്ള ആൾ നെഗറ്റീവ് ഇമോഷൻ, പോസിറ്റീവ് ബോൾ എടുത്ത ആൾ വൈറ്റ് ബോൾ എടുത്ത ആൾ പോസിറ്റീവ് ഇമോഷൻ. റൈറ്റ്? ഈസ് വെരി വെരി ഹാപ്പി. ബട്ട് എന്തോ ഒരു കള്ളലക്ഷണം ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, യു ഗിവ് മീ ദ ബ്ലാക്ക് ബോൾ. ആൻഡ് ഓബ്വിയസ്ലി യു ഹാവ് ദ വൈറ്റ്, റൈറ്റ്? എത്ര ചിരിച്ചാലും കളിപ്പിക്കാൻ പറ്റത്തില്ല മെൻ്റലിസ്റ്റിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് അറിയാം. Okay, so let's give these 5 beautiful kids a big round of applause. You can go back to your seat. Meanwhile, can I have my hosts on stage, Kalesh and Shrida? See, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, see, you're a
pretty looking girl അല്ലേ? താങ്ക് യു. Yeah. I mean, it is obvious. ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, excuse me. So in your life, ഓക്കെ, കുറേ ആൾക്കാർ ശ്രുതയുടെ മനസ്സിൽ എന്തെങ്കിലും തോട്ട്സ് ഇടാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? തോട്ട്സ് ഇടാനായിട്ട് എന്തെങ്കിലും ടു ഇൻഫ്ലുവൻസ് യു, ടു ഇംപ്രസ് യു, അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട്സ് ശ്രുതയുടെ മനസ്സിലേക്ക് കയറ്റിവിടാൻ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് യു മൈറ്റ് ഹാവ് റെസിസ്റ്റഡ് ഇറ്റ്. യെസ്, ദാറ്റ് ഈസ് ഫൈൻ. ബട്ട് ഇന്ന് ഇവിടെ ഞാൻ കുറച്ച് തോട്ട്സ് ശ്രുതയുടെ മനസ്സിലേക്ക് ഇടാൻ പോവാണ്. ഓക്കെ, ഡോണ്ട് വറി, ഡീസന്റ് തോട്ട്സ്. യാ, ഓക്കെ. ഓക്കെ, സോ എൻ്റെ കയ്യിൽ ഒരു ഡെക്ക് കാർഡ്സ് ഉണ്ട്. ഈ ഡെക്കിൽ 52 കാർഡ്സ് ഉണ്ട്. അതിൽ ഒരു കാർഡ് ഞാൻ റിവേഴ്സ് ചെയ്ത് വെച്ചിരിക്കുക, ഒരേ ഒരു കാർഡ്. ഓക്കെ, ഓക്കെ, അപ്പോൾ എല്ലാ കാർഡ്സും ഒരു ഡയറക്ഷനിൽ ഫേസ് ചെയ്യും, ഒരെണ്ണം മാത്രം തിരിഞ്ഞിരിക്കുക. ഓക്കെ. അതേതാണെന്നൊരു ഐഡിയ ഉണ്ടോ? നോ, ഇല്ല, ഒരു രീതിയിലും അറിയാൻ പറ്റത്തില്ല. ഒരിക്കലും അറിയില്ല. സോ ഐ വാണ്ട് യു ടു ഹോൾഡ് ദ ഡെക്ക്. എന്ന കയ്യിൽ ഇങ്ങനെ വെച്ചോ. ആൻഡ് ഐ എം ഗോയിങ് ടു പാസ് മൈ തോട്ട്സ് ടു യു. ഓക്കെ, ഫസ്റ്റ് ഈസ് നമ്മളൊരു കാർഡിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇറ്റ് കുഡ് ബി എ റെഡ് കാർഡ് ഓർ എ ബ്ലാക്ക് കാർഡ് അല്ലേ? സോ ഐ എം ഗോയിങ് ടു കോൺസെൻട്രേറ്റ് അതിൻ്റെ കളർ എന്താണെന്ന് എൻ്റെ മനസ്സിൽ, ആൻഡ് ഐ എം പാസിങ് ഇറ്റ് യു. സോ യു ഡോണ്ട് ഗെസ്. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഏത് കളറാണ് വന്ന് വീണതെന്നുള്ളത് ടെൽ മീ ലൗഡ്ലി. Okay. So I am concentrating on the color. What color did you get? black. Black. So Correct. you think it's a black card? Yeah. Good. Black ആണെങ്കിൽ നമുക്ക് രണ്ട് ചോയ്സേ ഉള്ളൂ. It could be a spade or it could be a club. I'm going to concentrate on the suit. Yeah? Think. I'm sending it. What suit did you get? Spade. Spade or club? You got spade? Yes. You sure? Sure. Fine. So we know it's a black card, we know it's a spade. Now ഇതിനൊരു വാല്യൂ കൊടുക്കണം. ഓക്കെ, വാല്യൂ എന്ന് പറയുമ്പോൾ we have number and then pictures. അപ്പോൾ 8 to 10 is number, king, queen and jack are the pictures. So ഞാനിപ്പോൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം whether it is a number card or a picture card. Okay. And I'll pass it to you. Yeah? Tell me whether you get it. Now, It's a number card. it's a number card. Fine. You're doing fine so far. Amazing. Number card ആണെങ്കിൽ 1 to 10 ഉണ്ട്. I'm going to send you the number. This is the last choice. Okay. One number between 1 and 10, including 1 and 10. Yeah? Yeah. So you tell me, what number are you getting now? 6. 6. So നമ്മുടെ കാർഡ് ഏതാണ്? 6 of spades. 6 of spades. Yeah. Let's see, ഞാൻ പാസ് ചെയ്ത തോട്ട്സ് എത്ര പെർഫെക്റ്റ് ആയിട്ട് ശ്രുതയുടെ മനസ്സിലേക്ക് ചെന്നു എന്നുള്ളത് വി ആർ ഗോയിങ് ടു ചെക്ക് ഇറ്റ്. ഓക്കെ, ശ്രുത, യു ക്യാൻ സീ ഹിയർസ് ദ ഡെക്ക് ഓഫ് കാർഡ്സ്. ഓൾ ദ കാർഡ്സ് വിൽ ബി ഫേസിങ് യു, ആൻഡ് സംവെയർ ഇൻ ദ മിഡിൽ എവിടെയോ ഞാൻ ഒരേ ഒരു കാർഡ് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ? ബാക്കിയെല്ലാം ഫേസിങ് യു. Yes. ദിസ് ഈസ് ദി ഓൺലി കാർഡ് തിരിഞ്ഞിരിക്കുന്നത്. Yes. ആൻഡ് വാട്ട് കാർഡ് ഡിഡ് യു ഗെറ്റ്? 6 Of spades. 6 of spades. Woo!